സെറ്റടാ സാധനം പെപ്സ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പെപ്സ് ആണ്. അതിന് വേണ്ടത് മുട്ട വേണം, തക്കാളി വേണം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, അങ്ങനെ പച്ചമുളക്. ഇത്രയും ഐറ്റംസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് മുട്ട പെപ്സ്. ഉണ്ടാക്കുന്ന ആള് മിസ്റ്റർ ശ്രീകാന്ത്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു മുട്ട പെപ്സ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ഇനി എന്തെങ്കിലും മുട്ട ബോയിൽ ചെയ്തിട്ട് എടുക്കണം. അതാണിപ്പോൾ ചെയ്യുന്നത്. അതിൽ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നത്. ഉപ്പും അതുപോലെ തന്നെ വിനാഗിരി. ഇതെന്തിനാ ഇടുന്നത്? മുട്ട സ്മൂത്തായിട്ട് തൊലി പൊളിഞ്ഞ് കിട്ടാൻ. അപ്പോൾ സാധനങ്ങളൊക്കെ മുറിച്ച് ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. നല്ല വൃത്തിക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. ഇതുപോലത്തെ ഒരു പാന് വെച്ചിട്ട് കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിക്കുക. ഉള്ളി അത്യാവശ്യം വന്നതിന് ശേഷം തക്കാളി ഇട്ട് വഴറ്റുക. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടെന്നാലും ഒരു നുള്ളു കുറച്ചും കൂടെ ഉപ്പ്. വീണ്ടും ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക, നല്ല ഇളക്കി വേവിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് പെപ്സ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ പെപ്സിന്റെ പെപ്സിന്റെ ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലത്തെ ഷീറ്റ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതില് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ സ്പേസ് കിട്ടാൻ വേണ്ടിട്ട്, കുറച്ചും കൂടെ സ്പേസ് കിട്ടാൻ വേണ്ടിട്ട് ചെറിയ ഇത് കിട്ടുള്ളൂ, ഷേപ്പ് കിട്ടൂല. ചെറിയ മസാല വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട്, അല്ല, സാധനങ്ങൾ ഫില്ലാവാനും വേണ്ടിയിട്ട് കുറച്ചും കൂടെ പരത്തിയിട്ട് വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് മറ്റേ കടയിൽ നിന്ന് വാങ്ങുന്ന അതൊക്കെ ബേക്കിംഗ് തന്നെയാണ്, ഓവനിൽ വെച്ചിട്ട്. ഇതിങ്ങനെ വരും. എന്റെ അനിയത്തി ഉണ്ടാക്കും പെപ്സ്. ഓളെ പറ്റിക്കുന്ന പെപ്സ് ആണ്. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് മോളിലൊരു തിരി അടിച്ചിട്ട് മുട്ടായി കവർ പോലെ. ആ ബട്ടർ ഇല്ലേ അതിനകത്ത്, അതിങ്ങോട്ട് പുറത്തേക്ക് എടുക്ക്. എല്ലാ ഓഫറുകളും ഉണ്ടല്ലോ ഇതില്. എയർ ഫെയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രാവശ്യം പഫ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് കുറച്ചൊന്ന് ഓണാക്കിയിട്ടിട്ട് ചൂടാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പം ബട്ടർ ഇങ്ങനെ കലക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാനും വേണ്ടിയിട്ട്, സോഫ്റ്റ് ആവാനൊക്കെ ആയിട്ട്. ജസ്റ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി അല്ലേ. എല്ലാത്തിലും ഇങ്ങനെ ബട്ടർ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അടിയിൽ തേച്ച് വെച്ചിട്ടില്ലല്ലോ.
എടാ പെപ്സായി സെറ്റടാ സാധനം പെപ്സ് ഗൈസ് പപ്സ് ആയിട്ടുണ്ട് ഉണ്ടോ ചെറിയൊരു കട്ടി ഉണ്ട് അല്ലേ ഇത് നല്ലതല്ല ഓലല്ലേ ഓല സെറ്റ് സാധനം ഇനി ഒരു 4 കൂടെ ഉണ്ട് വെക്കാൻ അപ്പൊ അതും കൂടെ വെച്ചോണ്ടിരിക്കുന്നു